നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി അത് നടക്കുന്ന സമയം ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തോടനുബന്ധിച്ച് അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതായിട്ട് ആദ്യം പ്രഖ്യാപിച്ചു. പിന്നീട് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് ശേഷം നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് വള്ളംകളിയെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വാസ്തവത്തിൽ ഇതിന്റെ തയ്യാറെടുപ്പിനോട് ബന്ധപ്പെട്ട് വളരെ പണങ്ങൾ ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട്. ഹോട്ടൽ ബുക്കിങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞാണ് അതിൻ്റെ അറേഞ്ച്മെന്റ്സും മറ്റും. പുതിയൊരു ഡേറ്റ് സർക്കാർ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അതിൻ്റെ മേൽനോട്ടക്കാരെല്ലാം ഇതുവരെ ഇരുന്നത്. മാത്രമല്ല, അതിൻ്റെ പേരിൽ ഒരു ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയില്ല എന്നും സ്വതന്ത്രമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നും ഒക്കെയാണ് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും സർക്കാർ അങ്ങനെ പറഞ്ഞെങ്കിലും നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടി വരും ഇനി വള്ളംകളി നടത്തിയാൽ. അങ്ങനെയൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി തയ്യാറെടുത്തതിൻ്റെ പണച്ചെലവും അധ്വാനങ്ങളും ഒക്കെ ഒരുപാടാണ്. എല്ലാ വർഷവും വളരെ പ്രതീക്ഷയോടെ കേരള സമൂഹം മാത്രമല്ല, മറ്റ് ഇതര നാടുകളിൽ നിന്ന് പോലും ഈ വള്ളംകളി കാണാനായിട്ട് ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകാതെ ഇപ്പം വൈകിയായാലും അത് നടത്തുവാനായിട്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തും തീരുമാനം ഉണ്ടാകുമെന്നാണ് സംഘാടകരൊക്കെ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ദിവസങ്ങളാണ് അടുത്ത് വരുന്നത്. അത് കഴിയുമ്പോൾ എന്താണ് ആ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള തീരുമാനം വരുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം. ഏതായാലും ആ ഒരു ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. സംഘാടകർ പറയുന്നത് ഇനി ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഒരു ഡേറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ട് പലതരത്തിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും പ്രായോഗികമായ പല ബുദ്ധിമുട്ടും ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ബന്ധപ്പെട്ടവർ ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം. നന്ദി, നമസ്കാരം.